നമ്മളിനി രാജ്യത്തെ ആൾക്കൂട്ടക്കൊലകളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഈ മാസം ആദ്യമാണ് ഛത്തീസ്ഗഡിൽ 3 പേർ പശുക്കടത്തിൻ്റെ പേരിൽ ആക്രമണത്തിന് ഇരയാവുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്തത്. പശുക്കളെ കൊണ്ടുപോകുന്നതിനിടെ റായ്പൂരിൽ വെച്ചാണ് ഈ 3 പേർ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ആൾക്കൂട്ട കൊലകൾ, പശുക്കടത്തിൻ്റെ പേരിൽ കൊലകൾ രാജ്യത്ത് പലയിടങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ചിലത് വാർത്തയാവുകയും ചിലത് വാർത്തയാകാതെ പോവുകയും ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് ഓൾട്ട് ന്യൂസ് സഹസ്ഥാപകനും ഫാക്ട് ചെക്കറുമായ മുഹമ്മദ് സുബൈർ എക്സിൽ കുറിച്ച ചില കാര്യങ്ങൾ കൂടി പറയേണ്ടി വരുന്നത്. 2015 UPയിൽ മുഹമ്മദ് അഖ്ലാഖ് എന്ന വ്യക്തി പശുക്കടത്തിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടിരുന്നു. അന്ന് അത് വലിയ വാർത്തയാവുകയും ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചയാവുകയും ചെയ്തു. വലിയ പ്രതിഷേധങ്ങളുണ്ടായി. രാഹുൽ ഗാന്ധിയും കെജ്രിവാൾ അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കളൊക്കെ അഖ്ലാഖിൻ്റെ വീട് സന്ദർശിക്കുകയും അഖ്ലാഖിന് വേണ്ടി ശബ്ദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ആ 2015 പിന്നിട്ട് 2024 എത്തുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരു ശക്തമായ പ്രതിപക്ഷ നിരയുണ്ടായിട്ട് പോലും ഇന്ന് ആരും ആൾക്കൂട്ട കൊലകളെക്കുറിച്ച് സംസാരിക്കുന്നില്ല. ആൾക്കൂട്ട കൊലക്കിരയായി കൊല ചെയ്യപ്പെട്ടവർക്ക് വേണ്ടി ആരും സംസാരിക്കുന്നില്ല എന്നതാണ് മുഹമ്മദ് സുബൈർ എക്സിൽ കുറിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് തന്നെയാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. അജംസ്, എന്തുകൊണ്ടായിരിക്കാം പ്രതിപക്ഷം പോലും ഈ മോബ് ലിഞ്ചിങ്ങിനെ കുറിച്ച് സംസാരിക്കാൻ മടിക്കുന്നത്? പ്രതിപക്ഷത്തെ മാറ്റി വയ്ക്കാം. നമുക്ക് തന്നെ ഇപ്പോൾ ഈ ഛത്തീസ്ഗഡിൽ 3 പേരെ തല്ലിക്കൊന്ന വാർത്ത നമ്മൾ എത്ര സമയം എയർ ചെയ്തു, നമ്മൾ ഒരു വാർത്താ മാധ്യമം എന്ന നിലയിൽ നമ്മൾ എത്ര പ്രാവശ്യം കൊടുത്തു, അത് നമ്മൾ ആലോചിക്കുന്നുണ്ട്. നാഷണൽ മീഡിയകളിൽ എത്ര വന്നു, മലയാളം മീഡിയയിൽ എത്ര പേര് അത് റിപ്പോർട്ട് ചെയ്തു, നാഷണൽ മീഡിയയിൽ എവിടെ ഈ വാർത്ത വന്നു? അത് 3 മനുഷ്യരാണ് തല്ലിക്കൊന്നത്. 2 പേര് സ്പോട്ടിൽ മരിച്ചുപോയി, ഒരാൾ 10 ദിവസം കഴിഞ്ഞിട്ട് മരിച്ചു, ഒരാൾ ഗുരുതരാവസ്ഥയിലാണെന്ന് അല്ല 3 പേര് മരിച്ചു. അപ്പോൾ ഈ 3 പേര് മരിച്ചു കഴിഞ്ഞിട്ട് അതൊരു വാർത്തയല്ലല്ലോ. എവിടെയെങ്കിലും നമ്മളത് വാർത്ത വായിച്ചോ? ഇല്ലല്ലോ. ഒരു നാഷണൽ മീഡിയ റിപ്പോർട്ട് ഇല്ല. മലയാളം മീഡിയയിൽ നമ്മൾ വാർത്ത ചെയ്തു തോന്നുന്നു, പക്ഷെ നമ്മൾ ആ ഒരു ദിവസം വാർത്ത കൊടുത്ത് നമ്മളത് വിട്ടു. അതായത് ഇതൊരു സാധാരണ സംഭവമാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ദൈനംദിനം ഉത്തരേന്ത്യയിൽ നടക്കുന്ന ഒരു കാര്യമാണിത്. ഇത് നമ്മൾ അറിയുന്നത് തന്നെ സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും ഇതങ്ങനെ നടന്നു എന്ന് ആരെങ്കിലും വിളിച്ചു പറയുമ്പോഴാണ് ഇത് അറിയുന്നത് തന്നെ, അല്ലാണ്ട് ഒരു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാറില്ല. നോക്കുക, ഒരു കൊലപാതകം, ആൾക്കൂട്ട കൊലപാതകം റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടതില്ലാത്ത വിധം സർവ്വസാധാരണമാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ അവിടെ റോഡ് തകർന്നു, അല്ലെങ്കിൽ കാനയുടെ സ്ലാബ് പൊടിഞ്ഞു, ഇങ്ങനെയുള്ള വാർത്തകളുണ്ടല്ലോ, ഇത് ചിലപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടില്ലല്ലോ, കാരണം അത് സർവ്വസാധാരണമായ കാര്യമാണ്. അല്ലെങ്കിൽ മഴ പെയ്തപ്പോൾ മാവൂർ റോഡിൽ വെള്ളം കയറി, ഇങ്ങനെയൊക്കെ പറയുന്നത് പോലെ വളരെ സാധാരണമായൊരു വാർത്തയായി ആൾക്കൂട്ട കൊല മാറിയിരിക്കുകയാണ്. അപ്പോൾ അതെന്തുകൊണ്ട് വെച്ചാൽ 2014 ശേഷം എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ ദിവസവും രാജ്യത്ത് എവിടെയെങ്കിലും കാര്യങ്ങളും തല്ലി, നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ പോലും ഏതെങ്കിലും ഉത്തരേന്ത്യൻ ഗ്രാമത്തിൽ ഏതെങ്കിലും ഒരു വൃദ്ധൻ കന്നാലി കഴിക്കാൻ പോയതിന് തല്ലി കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം. അപ്പോൾ ഇത് അത്ര സർവ്വസാധാരണമായതുകൊണ്ടാണ് ഇതാരും ചർച്ച ചെയ്യാത്തത്. അപ്പോൾ അഖ്ലാഖിൻ്റെ കാലത്ത് എന്ന് പറഞ്ഞാൽ അതൊരു പുതിയ സംഭവമായിരുന്നു. അത് വലിയൊരു ചർച്ച ചെയ്യപ്പെട്ടു. ഇതിപ്പോൾ എല്ലാ ദിവസവും ഉണ്ടാവും, രാജ്യത്ത് എവിടെയെങ്കിലും കോണിൽ എല്ലാ ദിവസവും ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ കാണേണ്ട കാര്യം, ഇതിലൊരു പ്രശ്നം, ഈ ആൾക്കൂട്ട കൊല എന്ന് പറയുന്നത് സംഘപരിവാറിൻ്റെ, അതങ്ങനെ തന്നെ പറയണം, സംഘപരിവാറിൻ്റെ പുതിയ ഉന്മൂലന പദ്ധതിയാണ്. മുമ്പ് അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നാൽ കലാപങ്ങൾ ഉണ്ടാക്കുക, അതായത് ന്യൂനപക്ഷങ്ങൾക്ക് കുറേ കൂടി മജോറിറ്റി മീൻസ് കുറേ കൂടി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളെ മാർക്ക് ചെയ്ത് വെച്ച് അവിടെ കൃത്രിമമായി കലാപം ഉണ്ടാക്കുക, ആളുകൾ കൊല്ലുക എന്നുള്ളതായിരുന്നു അവരൊരു സ്ട്രാറ്റജി സ്വാതന്ത്ര്യത്തിന് ശേഷം. അപ്പോൾ ഈ ഗുജറാത്ത് കലാപം നടന്നതിന് ശേഷം, ഗുജറാത്ത് കലാപം അതുപോലെ മുസഫർ നഗർ കലാപം, ഈ 2 കലാപം ടെലിവൈസ്ഡ് കലാപങ്ങളായിരുന്നു. അതായത് ടെലിവിഷനിലൂടെ കലാപം ലോകത്ത് ആളുകൾ കണ്ടു. അപ്പോൾ അവർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ കലാപം നടക്കുക എന്നുള്ളത്, അതായത് ടെലിവിഷന് മുമ്പിൽ കലാപം നടക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് മറുപടി പറയേണ്ട പ്രശ്നമായതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, വലിയ കലാപങ്ങൾ അങ്ങ് ഒഴിവാക്കി. ഇപ്പോൾ കലാപങ്ങളില്ലല്ലോ, വലിയ കലാപങ്ങൾ വളരെ കുറവാണ്. അതിന് പകരം ഇങ്ങനെ പ്രിസിഷൻ അറ്റാക്ക്, 1-2 പേരെ ടാർഗറ്റ് ചെയ്യുക, അവരെ തല്ലിക്കൊല്ലുക, അതിലൂടെ ഒരു മെസ്സേജ് കൊടുക്കുക. അപ്പോൾ ഇവരെന്തിനാ കൊല ചെയ്യപ്പെട്ടത്? ഇവർ ജാർഖണ്ഡിലെ ഒരു സ്ഥലത്ത് നിന്ന് എരുമയെ വാങ്ങി, അത് പോത്തിനെ വാങ്ങി ഒരു വണ്ടിയിൽ കയറ്റി വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ് വിൽക്കാൻ വേണ്ടിയിട്ട്. കശാപ്പിന് തന്നെയായിരിക്കും. അതിനെന്താണെന്ന് ആരും ചോദിക്കില്ല. അതായത് ഇവരെ പശുക്കടത്തുകാരെന്ന് പറഞ്ഞാണ്, ഒരു പശു ഇല്ല ഇവരെ, ഇവർ പോത്താണുള്ളത്. അഖ്ലാഖിൻ്റെ സംഭവം ഉണ്ടായപ്പോൾ എന്തായിരുന്നു ക്വസ്റ്റ്യൻ എന്നറിയോ? അദ്ദേഹത്തിൻ്റെ ഫ്രിഡ്ജിൽ കണ്ടത് ബീഫായിരുന്നില്ല, മട്ടണായിരുന്നു എന്നുള്ളതായിരുന്നു. അത് ആളുകൾ പോയിട്ട് പറയുന്നത് അങ്ങനെയാണ്. അവരുടെ വീട് സന്ദർശിച്ച ശേഷം അവരുടെ ഫ്രിഡ്ജിലുണ്ടായിരുന്നത് ബീഫായിരുന്നില്ല, മട്ടണായിരുന്നു, എന്നിട്ടും തല്ലിക്കൊന്നു. ബീഫായിരുന്നു തല്ലിക്കൊല്ലോ, കൊല്ലാന്നാണ് അവിടെ സെറ്റ് ചെയ്യപ്പെട്ടു. അവിടെ സ്റ്റാൻഡേർഡ്സ് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ള സ്റ്റാൻഡേർഡ് അവിടെ സെറ്റ് ചെയ്യപ്പെട്ടു. ബീഫാണെങ്കിൽ തല്ലിക്കൊന്നുള്ളൂ, മട്ടൻ വച്ചവരെ തല്ലിക്കൊല്ലരുത് എന്നാണ് കമന്റ് ബോക്സ് നിറയാതായിരുന്നു. അപ്പോൾ ഇതൊരു മൈൻഡ് സെറ്റാക്കി, രാജ്യത്തിൻ്റെ ഒരു പൊതു മനസ്സാക്ഷിയാക്കി ഈ കമൻറ്റ് മാറപ്പെട്ടു. അപ്പോൾ ഇതിനിപ്പോൾ ആരും തല്ലിക്കൊല്ലാം, എന്നിട്ട് ബീഫാണോ പശുവാണെന്നൊക്കെ ഫോറൻസിക് പരിശോധന കഴിഞ്ഞ് വരട്ടെ എന്നുള്ളതാണ്. നിങ്ങളുടെ ഫ്രിഡ്ജ് തുറന്നു നോക്കി അതിൽ മാംസം ഉണ്ടെങ്കിൽ നിങ്ങൾ തല്ലിക്കൊന്നു കഴിഞ്ഞിട്ട് പിന്നെ പോലീസ് അന്വേഷണത്തിൽ അത് മട്ടനായിരുന്നോ ബീഫായിരുന്നോ ഫോറൻസിക് റിപ്പോർട്ട് വരും, എന്നിട്ട് പിന്നെ നടപടി എടുക്കാം. ഇതാണ് അതിൻ്റെ ഒരു
എന്താണ് ഒരു SOP എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു സർവ്വസാധാരണമായ കാര്യമായി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ഒരാളെ തല്ലിക്കൊല്ലുക എന്നുള്ളത്, ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ പശുവിനെ തന്നെ വിടുക, എന്തെങ്കിലും കാരണത്താൽ ഒരാൾക്കൂട്ടം ഒരാളെ തല്ലിക്കൊല്ലുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഇൻഡിഫറൻ്റായിട്ട് നോക്കി നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു മാനവിക വിരുദ്ധമായ കാര്യമാണ്. ഇത് ഈ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്യുമ്പോൾ ലോകം നോക്കിയെന്നതിനെ പറ്റി പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെപ്പറ്റി അതിൻ്റെ ഒരു ഇര എന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബാംഗങ്ങൾ മുഴുവൻ കൊല ചെയ്യപ്പെട്ടു. അവർ മാത്രം സർവൈവറാണ്, അതിൻ്റെ സർവൈവറാണ്, ഹോളോകോസ്റ്റ് സർവൈവറാണ്. ആ സർവൈവർ പറയുന്ന ഒരു വാക്യമുണ്ട്. അവർ 90ാമത്തെ വയസ്സിൽ കൊച്ചുമോളോടൊപ്പം ഈ ഹോളോകോസ്റ്റ് മെമ്മോറിയൽ കാണാൻ വരുമ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്: സ്നേഹത്തിൻ്റെ വിപരീത പദം വെറുപ്പല്ല, സ്നേഹമില്ലായ്മയാണ് എന്നവർ പറയുന്നുണ്ട്. എനിക്ക് ഈ കാര്യത്തിൽ അങ്ങനെ നമ്മുടെ രാജ്യം ഒരു സ്നേഹമില്ലാത്ത രാജ്യമായി മാറുകയാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഛത്തീസ്ഗഡിൽ കൊല ചെയ്യപ്പെട്ട ആ വ്യക്തിയോട് നമുക്കൊരു വെറുപ്പും ഉണ്ടാവില്ല. എന്നല്ല ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും അവരോട് ഒരു വെറുപ്പും ഉണ്ടാവില്ല. അവർ വെറുക്കാൻ പറ്റിയ പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവർ കൊല ചെയ്യപ്പെട്ടു എന്ന് തോന്നുമ്പോൾ അതിൽ നമുക്ക് റിയാക്ട് ചെയ്യാൻ തോന്നാത്തത് നമ്മുടെ ഉള്ളിൽ സ്നേഹമില്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ കൺമുമ്പിൽ അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞ് ഒരു മനുഷ്യനെ തല്ലിക്കൊല്ലുകയാണ്. തല്ലിക്കൊല്ലുമ്പോൾ നമുക്കൊരു വിഷമവും തോന്നുന്നില്ല. നമ്മുടെ ഈ ദിവസം സാധാരണ ദിവസം പോലെ പോകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? നമ്മുടെ ഉള്ളിൽ സ്നേഹമില്ലായ്മ ഉണ്ടായെന്നാണ്. അപ്പോൾ മോറലി ബാങ്ക്രപ്റ്റായ ഒരു സൊസൈറ്റിയായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. മോറലി ബാങ്ക്രപ്റ്റ് എന്ന് പറഞ്ഞാൽ ധാർമ്മികമായി പാപ്പരാവുന്ന, അങ്ങനെ ഉണ്ടല്ലോ. നമ്മുടെ സമ്പത്ത് പോകുക എന്നുള്ളതല്ല പാപ്പരത്തിൻ്റെ ലക്ഷണം, നമ്മുടെ ഉള്ളിലെ മൊറാലിറ്റി നഷ്ടപ്പെടുകയാണ്. ഇനി ഇവരെ തല്ലിക്കൊന്നാൽ പ്രശ്നമില്ലാത്ത കുറേ അധികം ആളുകളുണ്ട്. ഇവരെ കൊല്ലേണ്ടവരാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഇന്ത്യയിലുണ്ട്. കാരണം അവരുടെ ഐഡൻറ്റിറ്റി, അവരുടെ മതം, അവർ മുസ്ലിം ആയതുകൊണ്ട് കൊല്ല ചെയ്യപ്പെടണമെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന, അങ്ങനെ കൊല്ലുന്ന ആൾക്ക് വോട്ട് ചെയ്യുന്ന, അങ്ങനെ കൊല്ലുന്ന ആളുകളുടെ പോസ്റ്റിനടിയിൽ പോയി അവർ സിന്താവ് വിളിക്കുന്ന, ജയ് ശ്രീറാം വിളിക്കുന്ന ആളുകളും ഇന്ത്യയിലുണ്ട്. പക്ഷേ ഇന്ത്യയിലെ ബഹുഭൂരിഭാഗം ആൾക്കാരും അങ്ങനെയല്ല, അവരെ പോലെയല്ല. അവർ ഒരു പൊട്ടൻഷ്യൽ കൊലയാളികളാണ്. പക്ഷേ ഈ ബഹുഭൂരിഭാഗം മനുഷ്യർ അങ്ങനെയല്ല. പക്ഷേ ബഹുഭൂരിഭാഗം മനുഷ്യർ ഇതിൽ റിയാക്ട് ചെയ്യേണ്ടതില്ല, പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രസ്താവന ഇറക്കേണ്ടതില്ല. പാർലമെൻറ്റിൽ ഇന്ന് ആ വിഷയം ഉന്നയിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് തോന്നുന്നില്ലെങ്കിൽ ഈ മൊഹബത്ത് കാ ദുക്കാൻ തുറന്നാലും അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണമല്ലോ, അതിനെപ്പറ്റി സംസാരിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്ന കാര്യമാണ്. ഇതിൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഭാരതീയ ന്യായ സംഹിത എന്ന പേരിൽ നമ്മൾ IPC ഒക്കെ മാറ്റി എഴുതിയല്ലോ. അപ്പോൾ അതിൽ സുപ്രീം കോടതിയുടെ പ്രത്യേക നിർദ്ദേശമുണ്ട്, ആൾക്കൂട്ട കൊലയ്ക്ക് വേണ്ടി പ്രത്യേക നിയമം ഉണ്ടാക്കണം. അപ്പോൾ ഈ ഭാരതീയ ന്യായ സംഹിത ഉണ്ടാക്കിയ സമയത്ത് ആൾക്കൂട്ട കൊലയ്ക്ക് ഒരു പ്രത്യേക നിയമം ഉണ്ടാക്കി. ആ നിയമത്തിൽ പക്ഷേ അതിൻ്റെ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരാളെ കൊന്നാൽ എനിക്കുള്ള പരമാവധി ശിക്ഷ വധശിക്ഷ മുതൽ ജീവപര്യന്തം വരെയാണ്. ഒരാളെ കൊന്നു കഴിഞ്ഞാൽ ആൾക്കൂട്ട കൊലയ്ക്ക് ഇതിൽ വ്യവസ്ഥയായിട്ടുള്ളത് 7 കൊല്ലം ശിക്ഷയാണ്. അതായത് ഞാൻ ഒരാളെ കൊന്നാൽ, അല്ലെങ്കിൽ ഞാനോ അല്ലെങ്കിൽ വേറൊരാളെ സംഘം ചേർന്ന് കൊന്നാൽ വധശിക്ഷ വരെ കിട്ടാം. പക്ഷേ ആൾക്കൂട്ട കൊല എന്ന നിർവചനത്തിൽ 5-6 പേര് കൂടി ഒരാളെ തല്ലി കൊന്നാൽ 7 കൊല്ലം കിടന്നാൽ മതി. ഇതാണ് പുതിയ നിയമം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ പോലും ഒരു സർക്കാർ എങ്ങനെയാണ് ആൾക്കൂട്ട കൊലയ്ക്ക് അനുയോജ്യമായ രീതിയിൽ നിയമനിർമ്മാണം നടത്തുന്നതെന്ന്. ഇപ്പോൾ ഇവിടെ ഛത്തീസ്ഗഡിൽ കൊല നടന്നു. അതിൽ എന്താണ് കൾപ്പബിൾ ഹോമിസൈഡ് എന്ന ഒരു വകുപ്പിട്ടിട്ടാണ്. അതായത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ അല്ലാതെ തല്ലിക്കൊന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ വകുപ്പ്. അതായത് ഒരാൾ പൂത്തിനെ കൊണ്ട് പോകുന്നു, അവരെ തടഞ്ഞു നിർത്തി തല്ലുന്നു, രണ്ടുപേരും അവിടെ വെച്ച് മരിക്കുന്നു, ഒരാൾ പിന്നെ മരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരെ കൊല്ലണമെന്ന ഉദ്ദേശം അവർക്കില്ലായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു രാജ്യത്തിൻ്റെ സംവിധാനം, ഒരു രാജ്യത്തിൻ്റെ നിയമം, ഒരു രാജ്യത്തിൻ്റെ പൊതു മനസാക്ഷി ഒരു വിഭാഗം മനുഷ്യർക്കെതിരെയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഞാൻ സംസാരിക്കുന്നത് ഈ കൊലയാളികളെ പിന്തുണയ്ക്കുന്ന, ആ കൊലയാളികളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് പാർലമെൻറ്റിലേക്കുന്ന ആളുകളെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. അവർക്കെതിരെയാണ് എന്ന് പറയുകയും ഇത്തരം കൊലകളിൽ യാതൊരു തരത്തിലുള്ള മനസ്താപം തോന്നാതെ ഇതെൻ്റെ രാജ്യമല്ല എൻ്റെ രാജ്യം ഇങ്ങനെയല്ല എന്നൊരു ഫീൽ ഉണ്ടാവാത്ത ആളുകളെക്കുറിച്ചാണ് എനിക്കുള്ള ആശങ്ക. അവർ ഞാൻ പറയുന്നത് പോലെ എന്താണ്, സ്നേഹമില്ലായ്മ അവരിൽ ഉണ്ടാവുകയാണ്. അവർ മോറലി ബാങ്ക്രപ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതെനിക്ക് തോന്നുന്നു. യെസ് നിഷാദ്, ഈ മോബ് ലിഞ്ചിങ് എന്നതൊരു സർവ്വസാധാരണമായി അല്ലെങ്കിൽ ഒരു നോർമലൈസ് ചെയ്യപ്പെടുകയാണ് നമ്മുടെ രാജ്യത്ത്. അത് എത്രത്തോളം ഒരു ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്നതിൻ്റെ സൂചനയാണ്? അല്ല, മോബ് ലിഞ്ചിങ് ഇപ്പം നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റതിന് ശേഷം രാജ്യത്ത് മോബ് ലിഞ്ചിങ്ങിൻ്റെ എണ്ണം 100% മുകളിലേക്ക് കടന്ന് അതിവേഗത്തിൽ കുതിക്കുകയാണെന്നുള്ളതിൻ്റെ കണക്കുകൾ, വിവരങ്ങൾ, ഡേറ്റ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പുതിയ സംഗതിയല്ല. പക്ഷേ ആളുകൾ, നേരത്തെ അജിംസ് പറഞ്ഞാണ് ശരിയായ കാര്യം, ആളുകൾ അതിനോട് യൂസ്ഡായി. ഇപ്പോൾ എത്ര പേർ മോബ് ലിഞ്ചിങ്ങിൽ കൊല്ലപ്പെട്ടു, ഈ പശു ഭീകരതയുടെ പേരിൽ എന്തുമാത്രം ആക്രമണങ്ങൾ നടക്കുന്നു, പശു ഭീകരത എന്ന് പറയുന്ന സംഗതി തന്നെ ആളുകളുടെ കൺസേൺ ആയിട്ടുള്ളുണ്ടോ എന്നാണ് ചോദ്യം. അത്രയും ആളുകൾ യൂസ്ഡായി കഴിഞ്ഞുള്ളതാണ്. അപ്പോൾ ഈ സുബൈർ ഉന്നയിക്കുന്ന പ്രശ്നം, എന്തുകൊണ്ട് പ്രതിപക്ഷം ഇത് ഉന്നയിക്കുന്നില്ല? വെറുപ്പിനെതിരെ വലിയ ഘോഷയാത്ര നടത്തി രംഗത്ത് വന്ന ഒരു പ്രതിപക്ഷത്തിന് എന്തുകൊണ്ട് ഈ പ്രശ്നം ഉന്നയിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. സത്യത്തിൽ നമ്മൾ പ്രതിപക്ഷത്തിൻ്റെ ഈ സമീപകാലത്തെ ഒരു ട്രാക്ക് റെക്കോർഡ് നോക്കിയാൽ വെറുപ്പിനെതിരെ അവർ രാജ്യമൊട്ടാകെ യാത്ര നടത്തുകയും സ്നേഹത്തിൻ്റെ കട തുറക്കാൻ ശ്രമിക്കുകയും നരേന്ദ്രമോദിക്കെതിരെ സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും സത്യത്തിൽ വെറുപ്പുണ്ടാക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നതിലേക്ക് അവരൊട്ടും സ്പെസിഫിക് ആയിരുന്നില്ല. ആവാതിരിക്കാൻ എപ്പോഴും ഒരു ജാഗ്രത അവർ കാണിച്ചിട്ടുണ്ട്. രാജ്യത്തെ മുസ്ലിങ്ങൾക്കെതിരായി നിങ്ങൾ നടത്തുന്ന ഈ വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ കൂത്താട്ടം അവസാനിപ്പിക്കണം എന്ന് ഏതെങ്കിലും പ്രതിപക്ഷ നേതാവ് വളരെ സ്ഫുടമായി പറയാൻ നമ്മൾ കേട്ടിട്ടില്ല. പകരം എന്താണ് മൊത്തത്തിൽ പറയാം, വെറുപ്പ് പാടില്ല,
സ്നേഹമാണ് വേണ്ടത്, സ്നേഹത്തിൻ്റെ കടയാണ്. ഇപ്പോൾ നൂഹിൽ വലിയ കലാപം ഉണ്ടായി. കലാപം എന്ന് വെച്ചാൽ അക്രമം ഉണ്ടായി. അക്രമം ഉണ്ടായിട്ട് മുസ്ലിങ്ങൾക്കാണ് അവിടെ ഏറ്റവും കൂടുതൽ പരിക്ക് പറ്റുകയും നഷ്ടം ഉണ്ടാവുകയും ചെയ്തത്. അപ്പോൾ അവിടെ പക്ഷേ നൂഹിൽ പോയി സന്ദർശിക്കുകയും അവിടുത്തെ ആളുകളെ പിന്തുണയ്ക്കുകയും അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനോ ഏതെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കളെ നമ്മൾ കണ്ടില്ല. അതിനെക്കുറിച്ച് സംസാരിക്കുന്നവരെ കണ്ടില്ല. ഒരു കേരളത്തിലെ ഉദാഹരണം പറഞ്ഞു. കേരളത്തിൽ തന്നെ രണ്ട് പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഒരു കക്ഷിയിലെ രണ്ട് ആളുകൾ എവിടെ പോകുന്നു? മണിപ്പൂരിൽ പോകുന്നു. മണിപ്പൂരിൽ പോയിട്ട് മണിപ്പൂരിലെ കലാപത്തിലെ ആരൊക്കെയാണ് അതിൻ്റെ കെടുതികൾ അനുഭവിച്ച മനുഷ്യർ അവരെ കാണുന്നു. അവരെ കണ്ടതിന് ശേഷം മണിപ്പൂർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അവിടെ ഭരണകൂടത്തിൻ്റെ നിരുത്തരവാദ സമീപനത്തെക്കുറിച്ചും അവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളിടുന്നു. അതേ സമയത്ത് രാജ്യത്ത് പലയിടത്തും മുസ്ലിം പോപ്പുലേഷനുള്ള സ്ഥലങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് വലിയ കലാപങ്ങൾ ആസൂത്രണം ചെയ്യുകയും അക്രമങ്ങൾ നടക്കുകയും മസ്ജിദുകൾ ആക്രമിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ എത്ര നേതാക്കൾ പോകുന്നുണ്ട്? ഇത് ഞങ്ങൾ മുസ്ലിം മൈനോറിറ്റി അറ്റാക്ക് ചെയ്യപ്പെടുകയാണ്, അതാ ഇന്ന സ്ഥലത്ത് ഞങ്ങൾ എത്തിയിരിക്കുന്നു, ഇവിടെ പീഡനം നടക്കുന്നു എന്നത്. മുസ്ലിം ലീഗിൻ്റെ ഇവിടുത്തെ ചില ദൗത്യ സംഘം, പ്രതിനിധി സംഘമൊക്കെ പോയി വിസിറ്റ് ചെയ്യുകയും ഇപ്പോൾ E.T. മുഹമ്മദ് ബഷീർ അങ്ങനെ കുറേ പേരൊക്കെ പോയി വിസിറ്റ് ചെയ്യും, കാര്യങ്ങൾ കാണുകയും അവരൊരു പഠന റിപ്പോർട്ട് ഉണ്ടാക്കുകയും അത് ഉന്നയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനപ്പുറം മുഖ്യധാരാ പ്രതിപക്ഷം ഒരു ഘട്ടത്തിലും ഇന്ത്യയിലെ മുസ്ലിം മൈനോറിറ്റി അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ വളരെ ഫോക്കസ് ചെയ്തെടുത്ത് സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അത് അവർ ഭയപ്പെടുന്നുണ്ട്. ഇപ്പം നേരത്തെ അജിംസ് പറഞ്ഞ പോലെ ഇന്ത്യൻ സാഹചര്യം മാറിയതിനെക്കുറിച്ചുള്ള ചിന്തയാണ് അവരെ ഡ്രൈവ് ചെയ്യുന്ന ഘടകം. അതായത് അഖിലാഖിനെ കൊന്ന വാർത്തയുടെ താഴെയുള്ള യൂട്യൂബ് കമൻറ്റിൽ അയാളുടെ ഫ്രീസറിലുണ്ടായിരുന്നത് ആട്ടിറച്ചി ആയിരുന്നല്ലോ, എന്തിനാ അയാളെ കൊന്നുവെന്ന് ചോദിക്കുന്ന പിന്നെ IIT-യിലൊക്കെ പഠിക്കുന്ന ആൾക്കാർ പോലും ഉണ്ട്. അത് ട്വിറ്ററിലൊക്കെ പോസ്റ്റ് ചെയ്ത ആൾക്കാർ. അങ്ങനെ ഒരു മൈൻഡ് സെറ്റുള്ള രാജ്യത്ത് നമ്മൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്നത്, മുസ്ലിം മൈനോറിറ്റിയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് അബദ്ധമാകുമെന്ന് വിചാരിക്കുന്നു. രാഹുൽ ഗാന്ധി മുതൽ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ അദ്ദേഹത്തെ അഡ്വൈസ് ചെയ്യുന്ന ആളുകൾ മുതൽ താഴേക്കുള്ള മുഴുവൻ ആളുകളെന്നാണ് പ്രശ്നം. പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് ഒരു പ്രധാനപ്പെട്ട ചർച്ച ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ നോക്കൂ, അതിനകത്ത് കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്താണ്? ഭരണഘടനാപരമായ അവകാശങ്ങൾ എല്ലാവർക്കും നൽകുന്നതിന് ഞങ്ങൾ ബാധ്യതപ്പെട്ടവരായിരിക്കും എന്ന വാചകത്തിൽ അവർ ഒതുക്കി. അതായത് ഈ പൗരത്വം എന്ന് പറയുന്നത് മതപരമായി വിഭജിച്ച് മുസ്ലിങ്ങളെ മാത്രം ഒഴിവാക്കി നിർത്തുന്ന പരിപാടി അംഗീകരിക്കാൻ കഴിയുന്നതല്ല, അത് ഞങ്ങൾ അവസാനിപ്പിക്കും എന്നവർ പറയുന്നില്ല. CAA എന്നവർ സംസാരിക്കുന്നതില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യയിലെ മുഖ്യധാരാ പ്രതിപക്ഷം ഒരിക്കലും മുസ്ലിം പ്രശ്നത്തെ മുസ്ലിം പ്രശ്നം എന്ന നിലയ്ക്ക് പോയിൻ്റ് ചെയ്ത് അഡ്രസ്സ് ചെയ്തിട്ടില്ല, അഡ്രസ്സ് ചെയ്യാൻ അവർ തയ്യാറുമല്ല. ഇപ്പോൾ ഈ ഉത്തരേന്ത്യയിലെയൊക്കെ പ്രധാനപ്പെട്ട ആഘോഷ ദിവസങ്ങളിൽ പലതിലും മുസ്ലിം ഏരിയകളിൽ അവരുടെ മസ്ജിദുകൾ, പ്രാർത്ഥനാലയങ്ങൾക്ക് നേരെ എവിടെല്ലാം ആക്രമണങ്ങൾ നടക്കുന്നു. ഇപ്പോൾ തെലങ്കാനയിൽ നിങ്ങൾ നോക്കൂ, അവിടെ കോൺഗ്രസ് സർക്കാരാണ്, രേവന്ത് റെഡ്ഡിയുടെ. തെലങ്കാനയിൽ ഈ ദിവസങ്ങളിൽ ആ സർക്കാർ അധികാരത്തിന് ശേഷം എന്തുമാത്രം വയലൻസ് മൈനോറിറ്റിക്കെതിരായിട്ട് നടക്കുന്നു. ഏതെല്ലാം ആഘോഷ ദിവസങ്ങളിൽ മസ്ജിദുകൾ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി എന്ന തരത്തിലുള്ള ഒരു പ്രോപ്പർ ആക്ഷനോ അതിനെ തടയാനുള്ള ഒരു വലിയ പദ്ധതിയിലേക്ക് അവിടുത്തെ കോൺഗ്രസ് സർക്കാർ പോയോ? അതുകൊണ്ട് പ്രതിപക്ഷം മോദിയുടെ ഭരണത്തിനെതിരായിട്ടുള്ള വലിയൊരു മാൻഡേറ്റ് അവർക്ക് കിട്ടി, എന്ന് വെച്ചാൽ ആരോഗ്യകരമായ മാൻഡേറ്റ് കിട്ടി. അതുകൊണ്ട് അവരെല്ലാ വെറുപ്പിനെതിരെ സംസാരിക്കാൻ പോവുകയാണ്. വിലപിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും ശബ്ദം കേൾക്കാൻ അവരിറങ്ങി വരും എന്ന് വിചാരിക്കുന്നിടത്താണ് പ്രശ്നം. ഇന്ത്യ മൊത്തത്തിൽ നേരിടുന്ന, നേരത്തെ അജിംസ് പറഞ്ഞ പോലെ ഈ സ്നേഹമില്ലായ്മ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെറുപ്പ് എന്ന് പറയുന്ന പ്രോജക്റ്റിനോട് യൂസ്ഡ് ആവുന്ന അവസ്ഥ, അതിനകത്ത് പ്രതിപക്ഷം ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ സ്നേഹത്തിൻ്റെ കട തുറന്നു വെച്ചിരിക്കുന്നു എന്ന് നമ്മളത് ഒരു മതിമോഹമാണ്. അങ്ങനെ ഒരു സംഭവം സത്യത്തിലുണ്ടായിട്ടില്ല. ശരിയാണ്, മോദിക്കെതിരെ മനുഷ്യർ വോട്ട് ചെയ്തിട്ടുണ്ട്, അത് വെറുപ്പിനെതിരെ വോട്ട് ചെയ്തിട്ടുണ്ട്, തൊഴിലില്ലായ്മയ്ക്കും ജീവിത പ്രശ്നങ്ങൾക്കും ഡിക്റ്റേറ്റർഷിപ്പിനൊക്കെ എതിരായിട്ട് ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ വെറുപ്പ് ഇപ്പോഴും പൂർണ്ണാർത്ഥത്തിൽ അഡ്രസ്സ് ചെയ്യപ്പെടാത്തൊരു പ്രശ്നമായി ബാക്കി നിൽക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, അതാണ് മോദി ഭരണത്തിന് കീഴിൽ ഈ രീതിയിലുള്ള ആൾക്കൂട്ടക്കൊലകൾ, പശുക്കടത്തിൻ്റെ പേരിലുള്ള ആക്രമണങ്ങൾ ഇനിയും ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അതിനൊരു അവസാനം ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിനുള്ളിൽ അതൊരു വാർത്ത പോലുമല്ല എന്നൊരു ചിന്തയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു എന്നതാണ് വാസ്തവം. നമ്മുടെ പ്രതിപക്ഷം പോലും അതിനെതിരെ മൗനം പാലിക്കുകയാണ്. ഇതോടെ ഇന്നത്തെ ഔട്ട് ഫോക്കസ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം. നമസ്കാരം.